കഴിഞ്ഞ വീഡിയോയിൽ 2 പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരുന്നു, ഫ്രണ്ടും ബാക്കും. ഇനി അത് അപ്പോൾ നമ്മൾ മറിച്ചിടുമ്പോൾ അതിങ്ങനെ കൺസീൽഡ് സ്റ്റിച്ചിങ് ആയിട്ട് വരാം. അപ്പോൾ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം, ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഇങ്ങനെ വരുന്ന രീതിയിൽ വയ്ക്കാം. അതിനുശേഷം ഞാൻ ഇങ്ങനെ പിൻ ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നു ഇതെല്ലാവർക്കും അറിയാം, ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യം ഇല്ല എന്ന് തോന്നുന്നു. എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി ഞാൻ അങ്ങനെ ചെയ്യുന്നത്, പിൻ ചെയ്ത് വയ്ക്കാം. നമുക്ക് 2 സെറ്റ് ഓഫ് ലൈനിങ് ഉണ്ടായിരുന്നല്ലോ ഓരോ പാർട്ടിൽ. അപ്പോൾ ബാക്ക് പാർട്ടിൽ ലൈനിങ്ങും നല്ല പാർട്ടും ഇങ്ങനെ ആക്കി, അതിൽ ലാസ്റ്റ് ഒരു ലൈനിങ് പാർട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു എളുപ്പത്തിന് ചെയ്യുന്നതാണ്. അതിനുശേഷം ഇത് മറച്ചിടുക, കെയർഫുൾ ആവണം. അതിൻ്റെ ഉള്ളിൽ ഞാൻ പിന്ന് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ചില കേസിൽ അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് കിട്ടി. ഈ ഒരു സൈഡ് കേട്ടോ, മറ്റേ സൈഡ് നമുക്കിത് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ച് ഇട്ട് നോക്കാം കേട്ടോ. സോ നമ്മുടെ കൺസീൽഡ് ഷോൾഡർ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിങ്ങനെ കാണുന്നുണ്ട് ചിലത്. ഓക്കെ, ഇങ്ങനെ 2 സൈഡും ഫ്രണ്ടും ബാക്കും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ ടോപ്പ് പോർഷൻ്റെ ഈ 2 സൈഡും ജോയിൻ്റ് ചെയ്യലാണ് നമ്മുടെ നെക്സ്റ്റ് ജോബ്. അപ്പോൾ ഇത് 1 ഇഞ്ച് സീം അലവൻസ് ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു പോർഷൻ എക്സാക്ട്ലി സെയിം സ്ഥലത്ത് വരുന്ന രീതിയിൽ വെച്ച ശേഷം ഇങ്ങനെ മടക്കി പിടിക്കും. സോ നമുക്ക് 2 സെറ്റ് ലൈനിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരു ലൈനിങ് ഇട്ടോ ഈ നല്ല തുണിയുടെ കൂടെയും ഇവിടെ ലൈനിങ് മാത്രം ഉള്ള പോർഷനാണ് വരുന്നത്. സോ ഞാൻ അത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഇതെങ്ങനെ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഈ ഒരു സൈഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റിച്ച് പുറത്തേക്ക് വരില്ല, അത് ഉള്ളിലേക്ക് പോകും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇതങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെയാണ് വരുന്നത്. ഞാനപ്പോൾ ഇവിടെയും വരച്ചിട്ടുണ്ട്, അത് എനിക്കറിയാം. അപ്പോൾ അത് ഈ പെന്ന് നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്കിങ്സ് പോകുന്ന പെന്നാണ്. അത് കണ്ടിട്ട് നിങ്ങൾ നോർമൽ പെന്നായിട്ടൊന്നും വരയ്ക്കരുത്, പോവില്ല. ഇതിപ്പോൾ അങ്ങനത്തെ പെന്നായതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് വെച്ചിട്ട് ഇതിൽ വരച്ചത് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ നടുഭാഗം.
ഇങ്ങനെ ഫുൾ സ്റ്റിച്ച് ചെയ്ത ശേഷം മാത്രമേ ഞാൻ നോർമലി ഇത് കട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. അതാണ് കുറച്ചും കൂടി ഈസി. സോ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡിസൈൻ കൊടുത്ത് ചെയ്യാമെന്ന് എഴുതി 2 ഫാബ്രിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗോൾഡൻ കളറും പിന്നെ ഒന്ന് എക്സ്ട്രാ നമ്മളെ സെറ്റ് സാരീൻ്റെ ഒക്കെ ഒരു തുണിയാണിത്, അതൊന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഗോൾഡൻ കളറിൻ്റെ 16 ഇഞ്ച് വീതിയും ഉള്ള 2 പീസും, പിന്നെ ഇതാ എല്ലാ ഫാബ്രിക്കും 9 ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് കേട്ടോ താഴത്തേക്ക്. പിന്നെ ഗോൾഡൻ ഫാബ്രിക് 16 ഇഞ്ച് വീതി ഉണ്ട്, പിന്നെ ഇത് 19 ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒറ്റ ഫാബ്രിക്കായിട്ട് എടുക്കുകയും ചെയ്യാം, ഞാൻ 2 എണ്ണമായിട്ട് എടുക്കുമെന്നുള്ളൂ. സോ ഞാൻ ഈ ഫ്രില്ലിട്ട് കഴിഞ്ഞു, ഫ്രില്ലിട്ടിട്ടുണ്ട്, ഞാൻ സ്റ്റിച്ച് ചെയ്തു, എന്നിട്ട് അന്നൊന്ന് അയൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളെ ടോപ്പ് പാർട്ടായിട്ട്. അപ്പോൾ അതിൽ ഒരു ലൈനിങ്ങും നല്ല പാർട്ടും ആണ് അറ്റാച്ച് ചെയ്യാൻ പോണത്. പിന്നെ ബാക്കിൽ ഒരു ലൈനിങ് എക്സ്ട്രാ ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ ലൈനിങ് ഫാബ്രിക് അറ്റാച്ച് ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് ഈ സ്റ്റിച്ചിൻ്റെ ഈ പാർട്ടൊന്നും അവരുടെ മേത്ത് കുത്തില്ല. നമ്മളിത് ചെയ്യുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിരിക്കണം, ചിലപ്പോൾ ഇരിക്കുന്നു നോക്കുന്നു. സോ ഞാൻ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞ്, അപ്പോൾ പ്ലേറ്റ് ഇട്ട് ഞാനത് അറ്റാച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ 70 ഇഞ്ചസ് ആണ് മെറ്റീരിയൽ ആയിട്ടുള്ളത് കേട്ടോ. 70 ഇഞ്ചസ് ആണ് വീതി എടുത്തിട്ടുള്ളത് ഞാൻ മെറ്റീരിയലിന്. നീളം 9 ഇഞ്ചും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ മെറ്റീരിയൽ എടുക്കാം. പ്ലേറ്റിങ്ങിന് നമുക്ക് അങ്ങനെ കൃത്യമായി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാറൊന്നുമില്ല. ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്ത ശേഷമുള്ള വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ ഉൾഭാഗം ഇങ്ങനെ വരാം, അപ്പോൾ കൺസീൽഡ് സ്റ്റിച്ചിങ് എന്ന് പറയും. അപ്പോൾ കൊച്ചിന് ഇതിൽ ഒന്നും നമ്മൾ മേത്ത് കുത്തില്ല, ചെറിയ കുട്ടിയല്ലേ. എല്ലാ സ്റ്റിച്ചിങ്ങും അതിൻ്റെ ഉള്ളിലാണ് വരുന്നത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ബേബി ഫ്രോക്ക് കേട്ടോ. ഞാനിനി അപ്പോൾ സിപ്പ് അറ്റാച്ച് ചെയ്യാം.